സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾക്ക് മുന്നിൽ ഏതാനും ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായിരിക്കുകയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ രണ്ടാം പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിഞ്ഞു. ഇനി മുന്നണികൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശത്തിലേക്ക് കടക്കും. കോൺഗ്രസ് തങ്ങളുടെ ബാക്കിയുള്ള 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പിൽ വ്യക്തത വന്നു. ഇതോടെ 3 മുന്നണികളും സംസ്ഥാനത്തുടനീളം പ്രചാരണം ശക്തമാക്കി. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ മാറ്റമില്ലാത്തതോടെ സുധാകരനും അടൂർ പ്രകാശും പട്ടികയിൽ നിന്നും പുറത്തായി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയെ പെരുമ്പാവൂരിൽ നിന്ന് മാറ്റി. പകരം മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയാകും. ജോസഫ് വാഴക്കൻ, പാലോട് രവി, R ചന്ദ്രശേഖരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചില്ല. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുടെ പേര് അവസാന നിമിഷം ഒഴിവാക്കി. കടുത്ത തർക്കങ്ങൾക്കൊടുവിൽ കൊച്ചി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച 55 പേർക്ക് പുറമെയാണ് പുതിയ 37 പേരുടെ പട്ടിക. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിനോട് പൊതുസമ്മതനായ ഒരു സ്വതന്ത്രനെ കണ്ടെത്താൻ CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. RJD വിട്ടെത്തിയ മുൻ മന്ത്രി V സുരേന്ദ്രൻപിള്ള മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇടത് സ്വതന്ത്രനായി പരിഗണിക്കാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. വൈകരുതെന്ന CPM ജില്ലാ നേതൃത്വം ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിണക്കത്തിനൊടുവിൽ മന്ത്രി V അബ്ദുറഹ്മാന് CPM മണ്ഡലം മാറ്റി നൽകിയിരുന്നു. താനൂരിൽ നിന്നും തിരൂരിലേക്കായിരുന്നു മാറ്റി പ്രഖ്യാപനം. കൊണ്ടോട്ടിയിൽ ഡോക്ടർ PGG, കോട്ടക്കലിൽ K പ്രീതി മത്സരിക്കും. അതേസമയം ധർമ്മടത്ത് 3ാം തവണയും മത്സരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രിക സമർപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുത്തു. അതിനിടെ BJPയുടെ 3ാം പട്ടികയും ഉടൻ പുറത്തുവരും. BJP ഇതുവരെ 2 ഘട്ടങ്ങളായി 86 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 10ഓളം മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുണ്ട്. തിരുവനന്തപുരം, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. BJPയുടെ 3ാം പട്ടിക ഉടൻ പുറത്തു വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നിരാശയും വേദനയും ഉണ്ടെന്നും നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നും എൽദോസ് കുന്നപ്പള്ളി. പ്രതീക്ഷിച്ചൊരു തീരുമാനമല്ല നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും എൽദോസ് കുന്നപ്പള്ളി. സണ്ണി ജോസഫിന്റെ സഹോദരൻ BJPയിൽ ചേർന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ ഷാജി V ജോസഫ് BJPയിൽ അംഗത്വമെടുത്തു. സണ്ണി ജോസഫ് പേരാവൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷാജി BJPയിൽ ചേർന്നത്.